അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ചത്തെ ഒരു വ്ളോഗ് കുറേ ദിവസം പറഞ്ഞാൽ അത്രയും കുറേ ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് എടുക്കൽ പൊതുവേ ഭയങ്കര കുറവാട്ടോ. അതായത് എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ ലോങ് വീഡിയോ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പണ്ടത്തെ പോലത്തെ ഒരു സൺഡേ വ്ളോഗ് എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ആയിട്ട് അപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ഇവിടെ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് രാവിലെ. അതിന് മുന്നേ അടിച്ചൊരു തുടച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. പിന്നെയാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് എടുക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണില്ല, ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് അടിച്ചൊരു തുടച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗാണ്. നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മയിൽ കയറിയണ സൗണ്ട് കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞു ഷോർട്സിൽ ഏതോ ഒന്നിലൊക്കെ രാവിലത്തെ എടുക്കുമ്പോൾ പെടാറുണ്ട് മുകളിൽ നിന്ന് മയിൽ ചാടിപ്പോണത്. ആ മയിലാണ്. പക്ഷെ കുറേ മയിലുണ്ട് കേട്ടോ നമുക്കിവിടെ അടുത്തൊക്കെ. ഇവിടെ ബാക്കിൽ എപ്പോഴും ടെറസിൻ്റെ മുകളിലൊക്കെ എപ്പോഴും മയിലുണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അടിച്ചൊരു തുടച്ചിട്ടൊക്കെ കുളിച്ചൊന്ന് സെറ്റായിട്ട് വരാം കേട്ടോ. അങ്ങനെ എല്ലാം ഒതുക്കിയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് വിളക്ക് കൊളുത്താട്ടെ. ഇനി ഞാൻ അമ്പലത്തിക്കാണേ പോവുക. അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ കുറേ പേര് ചോദിച്ചത് എന്താ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിൽ നിൽക്കണമെന്ന്. ഇത് പുതിയതാണ്, പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇത് ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വീണ്ടും അമ്പലത്തിൽ പോയപ്പോൾ ഇതന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ വന്നിട്ട് പിറ്റേന്നത്തെ വീഡിയോയിൽ ഞാൻ പിന്നെ മാറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഡ്രസ്സാണ്. എന്തായാലും ഡ്രസ്സ് വാഷ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ എന്നാണ്ട് ഇട്ട് മുതലാക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഇട്ടു. അതായത് രാവിലെ അമ്പലത്തിൽ പോയി വന്നു, ഇത് ഊരിട്ടു, പിന്നെ വൈകിട്ട് വന്നു, വീണ്ടും ഇട്ടു, അത്ര തന്നെ. അപ്പോൾ ഗൈസ് ഇനി ഞാൻ അമ്പലത്തിക്കാണ് കേട്ടോ. വേഗം അമ്പലത്തിൽ പോയിട്ട് വരാം. എന്നിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് വേണം. അമ്പലത്തിക്ക് പോട്ടെ കേട്ടോ. കുട്ടി എടുത്തത് വേറെ ഒന്നല്ല കേട്ടോ. എനിക്കിനി കറുവത്തൂർക്കും കൂടി പോകണം. അപ്പോൾ പിന്നെ എന്നാ വണ്ടിയുമ അങ്ങനെ വരികയാണ് ചെയ്തത്. ആണ് തൊഴുതിറങ്ങിയിട്ട് പിന്നെ നേരെ ഞാൻ കറുവത്തൂർ പോയിട്ട് ദോശയും അതുപോലെ തന്നെ പൂരി മസാലയും ഇതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ശീലം ഇല്ലാത്തതാണ്. രാവിലത്തെ ചായ കൂടി എങ്ങനെയായാലും നമ്മൾ വീട്ടിൽ തന്നെ വെക്കാറുള്ളൂ കേട്ടോ. പക്ഷെ ഇന്ന് എന്താന്ന് വെച്ചാല് ഞാൻ അമ്പലത്തിൽ പോരാൻ നോക്കുമ്പോൾ തന്നെ വിൻഷേട്ടനൊക്കെ നീച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ വന്ന് അമ്പലത്തിൽ തൊഴുത് വന്ന് ഉണ്ടാക്കുമ്പോഴേക്കും എല്ലാവർക്കും വിശക്കുകയും ചെയ്യും, അത്യാവശ്യം നേരാവും ചെയ്യൂലോ. ഇതുവരെ എണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോ എനിക്കമ്മ അമ്പലത്തിൽ പോയി. നീ അറിഞ്ഞോ വല്ലത്? അറിഞ്ഞോ? ഞാൻ എന്ത് നീക്കാഞ്ഞേ? തേജുവിനെ വേഗം പല്ലേപ്പിക്കണം, കുളിപ്പിക്കണം. ഞാൻ വരുമ്പോഴേക്കും കുളിച്ച് നിൽക്കാൻ പറഞ്ഞതാ. എന്നപ്പോ വേഗം ചാടിക്കാണ്. നിൽക്കുകയാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇരുന്നുറങ്ങുമോ എന്തും കുട്ടി? അപ്പോൾ ഗൈസ് ഇനി തേജുവിനെ എണിച്ചു. ഇനി പല്ലേച്ച് കുളിച്ചിട്ട് നെയ് റോസ്റ്റും നെയ് റോസ്റ്റും പിന്നെന്തിട്ടാ ഉഴുന്നുവടയും പൂരിയും ഇതൊക്കെ കൂട്ടി ചായ കുടിക്കണം തേജുവിന്. അപ്പോൾ ഗൈസ് ഞാൻ പിന്നെ വേറെ സെറ്റാക്കട്ടെ. വിൻഷേട്ടനും കുളിച്ചിട്ടില്ല കേട്ടോ, പല്ലേച്ചിട്ട് നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കുളി കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കും. ഇതിൽ ഞാൻ മാത്രമാണ് നല്ല കുട്ടിയുള്ളത് അല്ലേ? ഞാൻ മാത്രമാണ് നല്ല കുട്ടിയുള്ളത്. ചേട്ടൻ കുളി കഴിഞ്ഞിട്ടോ. സോറി, തെറ്റിപ്പോയി. ഇപ്പൊ തേജ് ആണ് ഇതിൽ പൊട്ട കുട്ടികളത് കേട്ടോ. തുളിക്കണൊക്കെ നിൽക്കും. അപ്പൊ ഞങ്ങളെ കുളിച്ചിട്ട് വരാൻ പറയും. ഉറക്ക പറയും. ഇതുകൊണ്ട് ഉറക്ക വണ്ടി കഴുകാണ് കേട്ടോ. വണ്ടി കഴുകുക അങ്ങനെ കഴുകല്ല കേട്ടോ. ഇവിടേക്ക് നിലക്ക് പോയിട്ട് ആകെ ചളി തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഇല്ലേ, ഞാൻ വന്നപ്പോഴേക്കും തേജു എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് ചായ വെച്ച് കഴിക്കുമ്പോഴേക്കും അത്യാവശ്യം നേരമാവും. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു മാരേജ് ഉണ്ട്, അപ്പം അങ്ങോട്ടും കൂടിയും പോകണം. അപ്പം എല്ലാം കൊണ്ടും വേഗം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ ചായക്കുള്ളത് ഞാൻ കറുവത്തൂർ ഹോട്ടലിൽ പോയിട്ട് വാങ്ങാട്ടെ ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറപ്പെട്ടിട്ട് വേഗം പോണേ. ഇൻഷാട്ടിനും അതേട്ടാ ഞാൻ പോകുമ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, വണ്ടിയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കണമല്ലോ. ഇപ്പം പഴയ പോലെ കുറേ നായ്ക്കൾക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് എത്താൻ പറ്റണില്ല കേട്ടോ. എന്നാലും എവിടെ നിന്നൊക്കെ 1-2 എണ്ണമൊക്കെ വരാറുണ്ട്. പക്ഷെ നമുക്ക് ശല്യം
ശല്യങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ. അതായത് മുമ്പത്തെ പോലെ കേട്ടോ, മുമ്പത്തെ അവസ്ഥ ആലോചിക്കാൻ വയ്യ. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയണ്ടായിരിക്കും. ഉമ്മറത്തൊക്കെ ആകെ ചവിട്ടി നിരപ്പാക്കി വൃത്തികേടാക്കിയിട്ട് എന്നിട്ട് എനിക്ക് ഇന്ന് രാവിലെ കണി അതാടുന്നു കേട്ടോ. അങ്ങനെ ആടുന്നു. അപ്പൊ അതൊന്നും ഇല്ലേ. അങ്ങനെ അതേ ചായക്ക് വാങ്ങിക്കൊടുന്നൊക്കെ ഇതേ പ്ലേറ്റിലാക്കി എല്ലാം റെഡിയാക്കി വെക്കട്ടെ. ഞങ്ങൾ 3 ആളും കഴിക്കണം. ഞാനാണെങ്കിൽ പൂരി അവിടെ കണ്ടില്ല കേട്ടോ. അതായത് ഞാൻ ദോശ പറഞ്ഞിട്ട് അവർ ദോശ കൊടുന്നു വരുമ്പോഴാണ് ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരേണ്ടത് കണ്ടത്. അപ്പം ഞാൻ 2 പൂരി എക്സ്ട്രാ പറയുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂരി ആയിരുന്നോട്ട് ഇഷ്ടം. പൂരിക്കായിരുന്നു ഇവിടെ അടിയുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മുടെ തേജുവിന് ഒരു പൂരി കൊടുത്തു. പിന്നെ ഞാനും മിൻഷേട്ടനും പകുതി എടുത്തു. പിന്നെ ദോശ ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഉഴുന്നുവട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും 2 എണ്ണീത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ ചായയൊക്കെ കുടിച്ച് ഇനി വേഗം പുറപ്പെടണം കേട്ടോ. ഞങ്ങളിവിടെ പുറപ്പെടുക എന്ന് പറയുമ്പോണ്ടല്ലോ, അതായത് ഒരുങ്ങുക എന്നുള്ളതിനും കൂടിയും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അതായത് ഇറങ്ങിന്നല്ല, നമ്മളിപ്പോൾ ഒരുങ്ങുക എന്നൊക്കെ പറയില്ലേ, അതിനെ നമ്മൾ പോവാൻ പുറപ്പെടുക അങ്ങനെ പറയാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ സൈഡിലുള്ള ഒരുപാട് ഭാഷകളിൽ അതായത് വ്യത്യാസങ്ങൾ ഉണ്ട് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മൾ കമന്റ് ബോക്സിൽ ഇടയ്ക്ക് ഓരോരുത്തരും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇതെന്ത് ഇങ്ങനെ പറയണേ, ഇതെന്തത് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ ഓരോന്നിനെ പറയുക, ഓരോ സംസാര രീതി, അത്ര മാത്രം കേട്ടോ. പിന്നെ ഞങ്ങളിതേ വേഗം പുറപ്പെട്ടിറങ്ങിയപ്പോൾ ഇന്നെല്ലാവരും ബ്ലാക്കിൽ തന്നെ കേട്ടോ. അതായത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ എങ്ങനെയായാലും ബ്ലാക്കിലേക്ക് എത്തും. നമ്മൾ ഡ്രസ്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ സെറ്റ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പോകാൻ പ്ലാൻ ഇട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എങ്ങനെ പോയാലും ബ്ലാക്കിലേക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പം നമ്മൾ വിൻഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിനാണ് പോകുന്നത്. വിൻഷേട്ടൻ്റെ ഏത് ഫ്രണ്ടാ? രാജേഷ് KR നെല്ലിക്കാട്ട്. വിൻഷേട്ടന് കുറെ ഫ്രണ്ട്സ് ഉള്ള കാരണം 10ാം ക്ലാസ് ഫ്രണ്ട് കേട്ടോ. അവൻ ഗൾഫിലായിരുന്നു, കുറച്ച് ലേറ്റ് ആയി കല്യാണം കഴിക്കാൻ. ഓ, അതുകൊണ്ട് നമ്മള് നേരത്തെ കിട്ടിയോണ്ടല്ല. അപ്പൊ വിൻഷേട്ടൻ്റെ ഒപ്പം 10th പഠിച്ച ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് പോണത്. തേജപ്പത ബാക്കില്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ബ്ലാക്ക് ഇടണം കേട്ടോ. ബ്ലാക്ക് ഒരു കംഫർട്ടാണ്, അത് വേറെ ഒന്നുമില്ല. പിന്നെ കൂടുതലും ബ്ലാക്ക് ആണ്. ഇനി നിങ്ങള് പോകുമ്പോഴും 4 ഷർട്ട് ഉണ്ട് ബ്ലാക്ക്, 4 ഷർട്ട് പിന്നെ കുർത്ത അങ്ങനെയുണ്ട്. ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു. വെറും ബ്ലാക്കോ? ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇടയ്ക്ക് എപ്പോഴും. എന്തിന്? എപ്പോഴും വേടന്റെ പോലെയോ? ഓ നമ്മളെത്തി. ഇതാ വെറ്റിനറി, ഇതാ ഇതിന്റെ ഫ്രണ്ടിലിട്ടേക്കണ് ഹോസ്പിറ്റല്. അവിടെ അങ്ങനെ നമ്മള് കെട്ട് കഴിഞ്ഞിട്ടായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇത് അമ്പലമാണെങ്കിൽ ഫുള്ള് ചുറ്റി കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം അമ്പലമല്ല തോന്നുന്നു. ഇതിന്റെ ഒരു സെറ്റിങ്സ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു സൈഡ് പാടം, പിന്നെ കണ്ടില്ലേ അങ്ങനെ അമ്പലോ താമര ഏതാ അതിന്റെ ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കുക. ഇത് ഓഡിറ്റോറിയം ആണോ അത് വല്ല മനയാണോ ആവോ? എനിക്ക് തോന്നുന്നത് മന പോലെ എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം കണ്ടപ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും ഒരു പ്രത്യേകത വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് ഫുഡ് കഴിക്കായിരുന്നു. വിൻഷേട്ടൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ വിൻഷേട്ടൻ്റെ വേറെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഞങ്ങളിതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. തേജുവിന് പായസം കുടിച്ചിട്ട് ഇതേ മീശയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഇനി നേരെ അതേ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കല്യാണ പെണ്ണോടും കല്യാണ ചെക്കനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം കുറേ നമുക്കറിയാത്ത കുറേ ആൾക്കാരാണ്. പിന്നെ ഇതേ പോണത് വിൻഷേട്ടൻ്റെ വേറൊരു ഫ്രണ്ടാട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി മന ഉണ്ട് കേട്ടോ. മനയുടെ ഒരെണ്ണം അത് മനയല്ല തോന്നൂലേ, ഇതില്ലേ ഇതാട്ടോ സ്ലോക്ക്. അടിപൊളി മന, എന്ത് രസമാണെന്ന് അറിയണേ. ഈ മനയുടെ പേര് നമുക്കറിയില്ല, പക്ഷെ നല്ലൊരു വ്യൂ ഉള്ള മനയാണേ. എല്ലാം ചൂടെടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് പോവാണ്. പോണ വഴിക്ക് ഫിഷ് എവിടെയെന്ന് അറിയില്ല. പിന്നെ മറ്റേ സാധനം ഒന്ന് അന്വേഷിക്കണം. എന്തായാലും നമ്മൾ പോട്ടെ. വീട്ടിലേക്ക് പോണ വഴിക്ക് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറും. അത് എവിടെയെന്ന് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഇപ്പൊ പോണ വഴിക്ക് ഇവിടെ ഷൊർണൂർ എത്തിയിട്ടോ. അപ്പൊ നമ്മളിനി അറിയങ്ങടെ വെച്ചോ ഞങ്ങള് ചിത്രേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ചിത്രേച്ചിയുടെ ഷൊർണൂർ അടുത്താണ്. അപ്പൊ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് മിണ്ടിയിട്ടില്ല, വരണ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. ആള് വണ്ടി എടുത്തിട്ട് കണ്ടിട്ടില്ല, കുറെ നാളായിട്ട് പറയുന്നു. അപ്പൊ ഒന്ന് പോയി നോക്കാം. ഇപ്പോ നമ്മള് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടാ. ചിത്രേച്ചിയുടെ വീട്ടിലേക്ക് ഐസ്ക്രീം വാങ്ങി കേട്ടോ. അപ്പൊ അവിടെ സൂര്യയുടെ ഫോളോവേഴ്സ് വന്നു.
നമ്മുടെ വണ്ടി കാണുമ്പോ തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുണ്ടല്ലേ. ഇപ്പൊ VS family ഇനിയിപ്പോ ഇവിടെ എമ്പളം കൂടി അടിച്ചു അറിയില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു. വിൻചേട്ടൻ സാധനങ്ങൾ വാങ്ങാൻ അങ്ങോട്ട് പോയി കിടന്നു കേട്ടോ. അപ്പോഴാണ് ഒരു ചേച്ചിയും 2 ഉണ്ണികളും കൂടി വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മളിനി ചിത്രേച്ചിയുടെ വീട്ടിലേക്ക് പോട്ടെ. ചിത്രേച്ചിനെ വിളിച്ചപ്പോൾ ആള് വീട്ടിലുണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ വീട്ടിലെ എന്തേ ചോദിച്ചു. ഒന്നുമില്ല പറഞ്ഞു. അപ്പോഴേക്ക് ഇവര് വന്നു. അപ്പൊ ഞാൻ വേഗം കട്ട് ചെയ്തു. അപ്പൊ നമുക്കിനി പോയിട്ട് കാണാം. ചൂട് കാരണം വിൻഷേട്ടൻ ഐസ്ക്രീം വാങ്ങിക്കണ്. ഐസ്ക്രീം എന്തൊക്കെയാ വാങ്ങിക്കണം. ജ്യൂസാണ് വാങ്ങിയേക്കണ്. ചെന്ന് നോക്കട്ടെ നീ എന്താ പാട് ചിത്രേച്ചിയുടെ. എന്തോ എന്നാലും അവർക്ക് അങ്ങനെ മനസ്സിലായില്ലേ. ചേട്ടാ നമ്മള് വണ്ടി സൈഡാക്കി ഞങ്ങൾ ഇവിടെ ഇരിക്കണം. അവര് പിന്നെ അതായിരിക്കും അവര് പിന്നെന്നാ വരണത്. വന്നിട്ട് അവളെ കൊണ്ട് വണ്ടി നിർത്തപ്പോൾ ഞാൻ ഇവിടെ അടുത്തേക്ക് വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ ചിത്രേച്ചിയോട് സംസാരിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ. അപ്പൊ ഭയങ്കര ഇതല്ലേ അങ്ങനെ ഓരോരുത്തർ വരുമ്പോ നേരിട്ട് കണ്ടിട്ട് അത് ഭയങ്കര ഇതാണ് കേട്ടോ. അവള് പുറത്തേക്ക് ഇറങ്ങുമ്പോ അറിയണവര് വന്ന് സംസാരിക്കുക. അപ്പൊ അതൊക്കെ വേറൊരു ഫീലാണ് അല്ല ചേട്ടാ. ഫസ്റ്റ് ടൈം ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് ശീലായിട്ടാ. പുറത്തേക്ക് ഇറങ്ങിയ ആരെങ്കിലും വരും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരെ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റിലൊക്കെ ഉണ്ടല്ലോ ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വഴിയല്ല അല്ലല്ല ഈ വഴിയല്ല. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഞാൻ സംസാരിച്ചിരിക്കും. നമ്മൾ ചിത്രേച്ചിയുടെ വീട് എത്താറായിട്ടോ. ദേ നേരെ കാണുന്ന വീടാണ്. കാണുന്ന വീടാണ് ചിത്രേച്ചിയുടെ വീട് കേട്ടോ. ഇതാണ് കേട്ടോ ചിത്രേച്ചിയുടെ വീട്. ഇതാണ് കേട്ടോ ചിത്രേച്ചിയുടെ വീട്. എനിക്ക് ഞാൻ ചെന്ന് ഗേറ്റ് തുറക്കാം. ഇടക്കിടക്ക് ഞാൻ ഗേറ്റ് തുറക്കട്ടെ. ഇവിടെ എന്ത് പൂട്ടിയുണ്ടോ? ഞാൻ ചമ്മിപ്പോയി. ഒരു വാതിൽ പൂട്ടിയിരിക്കണു. തുറക്കണല്ലേ വാല് തുറക്ക്. വീട്ടിൽ കെട്ടണില്ല. വീട്ടിൽ കെട്ടണില്ല. ഇവിടെ ഇട്ടാ കുഴപ്പമുണ്ടോന്ന് ആ വഴിക്ക് അങ്ങോട്ട് ഇട്ടോന്ന്. അങ്ങോട്ട് തിരിച്ചിടാന്ന്. ഒരു മേക്കപ്പ് ചെയ്യാൻ പോയി ഫ്ലക്യൂ. ചിത്രേച്ചിയുടെ വീണ്ടും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. മേക്കപ്പ് ഒക്കെ ലിപ്സ്റ്റിക് പറയാണ്ട് ചെന്നോണ്ട് തന്നെ ആൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കേട്ടോ. ഞങ്ങളെ കണ്ട വഴിക്ക് ഓടി മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റപ്പ് ആയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. കാരണം ഞാൻ വ്ളോഗ് എടുക്കുന്ന അറിയാലോ. അതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ നമുക്ക് ജ്യൂസും ബിസ്ക്കറ്റും എന്തൊക്കെയോ ഇങ്ങനെ കലക്കി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചൂട് കാരണം നമുക്ക് തണുത്തത് എന്ത് കിട്ടിയാലും നമ്മൾ കുടിക്കുന്ന അവസ്ഥയായിരുന്നു. എനിക്ക് തണവ് പോരാണ്ട് ഞാൻ ഐസ് ക്യൂബ് വാങ്ങി ഇട്ടിട്ടാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ തേജുവിന് പിന്നെ ചേട്ടന്മാരായിട്ട് കമ്പനി ഉള്ള കാരണം തന്നെ മുമ്പ് നമ്മളോട് മുന്നത്തെ സബ്സ്ക്രൈബേഴ്സിന് അറിയേണ്ടിരിക്കും. കഴിഞ്ഞ വർഷം ഇപ്പം ഏകദേശം 1 വർഷം ആവാറായിട്ടുണ്ടാവും. ഞങ്ങളിവിടെ 2 ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവന് കുറച്ച് കമ്പനി ഉണ്ട് കേട്ടോ. അപ്പം അവൻ പിള്ളേരുടെ കൂടെ എന്താ പറയുക ചെസ്സ് കളിക്കാതിരിക്കുകയാണ്. ചെസ്സ് കളിക്കാൻ അറിയില്ല, അവനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ. ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ പട്ടാമ്പി എത്തിയിട്ടോ. നമ്മൾ അങ്ങനെ ആ റൂട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പട്ടാമ്പി എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് കരിക്കില്ലേ, കരിക്ക് വെട്ടി ഇങ്ങനെ കൊടുക്കണ കണ്ടു. കൊടുക്കുക മീൻസ് കരിക്ക് കുടിക്കാൻ വെക്കില്ലേ അത്. പിന്നെ അതുപോലെ തന്നെ കരിമ്പിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരിക്ക് വാങ്ങാൻ നിന്നതാണ്. അതായത് ഇത് എവിടെയെന്നറിയോ, ഇപ്പോൾ മറ്റേ ഓക്സിജൻ പാർക്കോ അങ്ങനെ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ നേരെ ഫ്രണ്ടിൽ കേട്ടോ. അപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല കരിക്കായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ചെറിയ തരിപ്പ് വരണ രീതിയിലുള്ള കരിക്കായിരുന്നു. ഈ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചപ്പോഴേ ഭയങ്കര തരിപ്പ് പോലെ തോന്നി. നല്ല ടേസ്റ്റ് കൊണ്ട് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനും തേജും മിൻഷേട്ടനും
ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ കരിക്കും ഇതൊക്കെ കുടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്തായാലും പട്ടാമ്പി കൂടിയിട്ടല്ലോ നമ്മുടെ വീടിൻ്റെ അധികം അങ്ങോട്ട് പോകണത്. അപ്പം ഞാൻ പിന്നെ ചെടികൾ വാങ്ങാന്നുള്ള ഒരു പ്ലാനും കൂടി ഇട്ടു വിട്ടു. അതായത് എന്താ വെച്ചാൽ ഞാൻ അതായത് അങ്ങനെ കുറേ വാക്കുകൾ എൻ്റെ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഞാങ്ങാട്ടിൽ എത്തണേക്കാൾ മുന്നേ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ ഇവിടെ നിന്നാട്ടാ കൂടുതലും പ്ലാന്റ്സ് എടുക്കാറ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പീസിലി നോക്കിയിട്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കണത്. അതിൻ്റെ ഇടയിൽ താമര ലാമ്പൽ കണ്ടു കേട്ടോ, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ചെടി മൊത്തം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയൊക്കെ മാറ്റി ഒന്ന് എന്താ പറയുക റീപ്ലാന്റ് ചെയ്യണമല്ലോ, നല്ലൊരു ഭംഗി വീടിന്. അപ്പോൾ ഇത് ഞാൻ ചെറിയ ആമ്പലിൻ്റെ ഒരു ഇതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ വീട്ടിലെത്തി ഇതെല്ലാം ഇറക്കി വെച്ചിട്ട് ഞങ്ങളൊരൊറ്റക്ക് എടുത്താണ് കേട്ടോ കിടുന്നത്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ജസ്റ്റൊക്കെ മാറി ഒന്ന് കിടന്നു. നമ്മൾ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടാ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, നമ്മൾ ചെടി വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്താ വെച്ചാലേ ഈ കളാത്തി ഉണ്ടല്ലോ ഇങ്ങനെ നല്ല കേടാവുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പറിച്ചിട്ട് ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്, അതിൽ ഫില്ല് ചെയ്തിട്ട് സൈഡിൽ കൂടെ വെക്കാൻ വെച്ചിട്ടാണ്. എന്നിട്ട് ഇതിൽ ഇന്ന് വാങ്ങിയ പ്ലാന്റ്സില്ലേ അത് കൊടുക്കാൻ വെച്ചിട്ടാട്ടോ. നോക്കട്ടെ, ട്രൈ നോക്കട്ടെ. ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെടികളൊന്നും. വണ്ടിയുടെ ബാക്കിൽ തന്നെ തണലത്ത് കൊണ്ട് വെക്കുകയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ നടണമല്ലോ, അപ്പോൾ പിന്നെ അതെല്ലാം എടുത്തിട്ട് ഞാനും തേജും കൂടിയിട്ട് ഇതൊക്കെ പുറത്തേക്ക് ഇറക്കി ഇനി ഇതൊക്കെ നടുട്ടാം. ഇതെന്താ വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ് ഇങ്ങനെ മാറ്റണം. ഇപ്പോൾ ഒരു ചെടി അത് ഞാൻ പക്ഷെ വേസ്റ്റ് ആക്കിയില്ല കേട്ടോ, എവിടെയെങ്കിലും നട്ടു വെക്കും. ഞാൻ ഒരിക്കലും ഞാൻ ചെടി പറിച്ച് കളയാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കലാത്തിയൊക്കെ കുറച്ച് പറിച്ചിട്ട് ഒന്ന് ബോക്സിലാക്കിയിട്ട് സൈഡിൽ കൂടെ കേട്ടോ നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വെക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ കുഞ്ഞ് ചെടികൾ കുറച്ച് കുഞ്ഞ് കളർ പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മതിലിൻ്റെ ഈ അരിക്കില്ലേ ഇങ്ങനെ ഈ 2 ചെടിക്ക് നിൽക്കണത് അവിടെ ഫുള്ള് ഞാൻ നല്ല കളറിലുള്ള ചെടികൾ വെച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പോൾ ബോഗിൻവില്ല ഇപ്പോൾ വെക്കണില്ല, ബോഗിൻവില്ല വെക്കണം. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് നമ്മുടെ ഇവിടേക്ക് കറക്റ്റായിട്ട് സൈസിൽ ഒരെണ്ണം കിട്ടിയപ്പോൾ ഒന്ന് ട്രെയിൽ വാങ്ങി നോക്കിയതാട്ടോ. കണ്ടോ ഇവിടെ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഫുള്ള് ഇങ്ങനെ വെച്ചു കൊടുക്കണം. പക്ഷേ ഈ ഒരു ഏരിയ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എനിക്ക് ഇങ്ങനെ വലിയ കളർ ചെടികൾ വെക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഓപ്പോസിറ്റ് പോർഷനിൽ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അങ്ങനെ ഞാനും തേജും കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ കലാത്തിയെ കുറേ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ബോക്സിലാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ബോക്സിലാക്കിയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഗീത ചേച്ചിയും ആ ഒരു വീടിൻ്റെ ഏരിയയിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തു. നല്ല രസമായിട്ടോ, അവരുടെ വീട്ടിലേക്ക് ഒരു ഭംഗിയായി നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭംഗിയായി ഉണ്ടായിരുന്നു. അല്ല അത് എനിക്കാണെങ്കിൽ ഇത് പറിച്ചാൽ കിട്ടണില്ല കേട്ടോ. അവസാനം മിൻചേട്ടൻ വന്ന് കൈ വെച്ചപ്പോഴാണ് എല്ലാം കൂടെ പറിച്ചെടുത്തത്. അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് അതെല്ലാം പറിച്ചിട്ട് നമ്മുടെ പീസിലിൽ കൊണ്ട് ഇവിടെ വെച്ചു കേട്ടോ. പീസിലിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെയിൽ എടുത്തതായിരുന്നു കേട്ടോ. 3-4 പീസ് അങ്ങാണ്ട് എടുത്തുള്ളൂ, എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഭംഗിയുണ്ട്. ഇതിന് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ വളർന്നത്. മഴക്കാലല്ലേ, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇങ്ങനെ വെക്കുമ്പോൾ വലിയ രസം തോന്നിയില്ലേ, പക്ഷെ ഇതിങ്ങനെ സെറ്റായി ഇങ്ങനെ തിക്കായിട്ട് വന്ന് കഴിഞ്ഞാൽ, അതായത് മഴക്കാലം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന പച്ചച്ചെടികളില്ലേ അതിലും ചെറിയ രീതിക്ക് ഒരു ഫ്ലവർ വരണതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം, അതെവിടെ വെക്കണം എനിക്കൊരു പ്ലാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ കുഞ്ഞി പൂക്കളില്ലേ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഈ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. മറ്റേത് നോർമൽ കാണുന്ന കളറല്ലേ. പിന്നെ എന്താ പറയുക, ഏകദേശം റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. തേജു പിന്നെ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ കളിക്കാൻ നിന്നു കേട്ടോ. അതായത് അവൻ്റെ ആ ഒരു ഇതില്ലേ അത് പറത്താൻ നോക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ ഈ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഞാനിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, തൽക്കാലത്തേക്ക് അവിടെ വെച്ചതാണ്. ഇതൊക്കെ എനിക്കൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ സൈഡിൽ കൂടെ കൊടുക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോക്സുകൾ അതായത് പോട്ടുകൾ വാങ്ങിയിട്ട് വേണം എനിക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ തൽക്കാലം പീസിലിൽ ഞാനിങ്ങനെ വെച്ചു. ഈ മറ്റേ എന്താ കള്ളിച്ചെടി പോലെ നിൽക്കണില്ലേ ഇതൊക്കെ എനിക്ക് പോട്ടിലാക്കണം കേട്ടോ. പോട്ടിലാക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതേ നമ്മുടെ കലാത്തിയെ നേരെ ഞങ്ങൾ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഇനി ഇത് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിൽ വളം കാര്യമൊക്കെ സ്റ്റോക്കാണ് കേട്ടോ. എൻ്റെ ഒരു ചാക്ക് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അതൊന്നും എനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫ്രണ്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. വിൻഷായിട്ടുള്ള കാരണം ഞാൻ രക്ഷപ്പെട്ടു. വിൻഷായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ, ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ഈ സൈഡിലാട്ടോ നമ്മൾ കലാത്തിയെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഗീത ചേച്ചിയുടെ വീടിനും നല്ല ഭംഗിയായി. ഗീത ചേച്ചിയുടെ വീടും അതേട്ടോ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ ഒന്നും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി വെച്ചപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് വെച്ചു. ഇനി ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വെക്കാനായിട്ടോ പ്ലാൻ. അതായത് നമ്മുടെ സുധ ചേച്ചിയുടെ വീടില്ലേ ആ ഒരു മതിലിൻ്റെ അവിടേക്കും കൂടി കുറച്ച് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ല. ഗീത ചേച്ചിയുടെ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നേരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പലത്തിൽ വായന തുടങ്ങണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉള്ള കാരണം 5:30 തൊട്ടിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ നിറച്ച ആൾക്കാർ ഇങ്ങനെ അമ്പലത്തേക്ക് പോയിട്ടും വന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ കിടന്നിട്ടുള്ള ഇവിടെ പരാക്രമട്ടം. അപ്പോൾ പിന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഗീത ചേച്ചിയൊക്കെ ഡ്രസ്സൊക്കെ മാറി അവരൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ 2 ബോക്സ്
ബോക്സിലാക്കിയിട്ട് ഞാൻ അപ്പുറം വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം നനച്ചു കൊടുത്തിട്ട് കണ്ടു അമ്പലത്തേക്ക് ഇതേ സ്വാമിമാരൊക്കെ പോകണ്ടേ. അപ്പം ഞങ്ങൾ വേഗം ചെന്ന് കുളിച്ച് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് നോക്കിയത്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് സുധിച്ചേച്ചർ ആ ഒരു സൈഡിക്കും കൂടി വെക്കണം കേട്ടോ, 2-3 എണ്ണമൊക്കെ. പിന്നെ നമ്മുടെ ഈ നടക്കണ വഴിക്കോ അതെ കേട്ടോ, പതുക്കെ ഇതേ 2 സൈഡിലായിട്ട് പോട്ടിൽ ചെടികൾ സെറ്റ് ചെയ്യാനുള്ള പ്ലാനും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അമ്പലത്തേക്ക് പോട്ടെ. നാളെ തൊട്ട് ഇവിടെ 7 ദിവസം വായന ഉണ്ടാവും. പിന്നാണ് തുറക്കാം. ചെരുപ്പ് കിട്ടോ? അപ്പോൾ ഞങ്ങൾ ഇതേ അമ്പലത്തിലെത്തിയിട്ടോ. നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തേക്ക്. സംഭവം നടക്കേണ്ട ദൂരമുള്ളൂ, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാണ്ടായിരുന്നേ. അപ്പോൾ അത് അമ്പലത്തിൽ വന്ന് തൊഴാനാട്ട പോണത്. അതുപോലെ ഉൾക്കൊള്ളില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കില്ല. ഇതൊക്കെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഇതിലുള്ളത് പറയുക. കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ട് വായന കേട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 7 മണി 7:30 വരെ തന്നെ വൈകുന്നേരം ഉണ്ടായുള്ളൂ. നമ്മൾ ആ ഒരു നേരത്തെ തന്നെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് വിൻഷാട്ടിന് തലവേദനയുടെ മൈഗ്രെയിൻ്റെ ഗുളിക വാങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും സ്റ്റോക്ക് വയ്ക്കലാണ് പണി ഇത് വീട്ടിൽ. കാരണം ഇപ്പം അത്യാവശ്യം ഇരിക്കണത്. വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണം കേട്ടോ. കുറേ പേര് കമൻറ്റിൽ കണ്ടു മൈഗ്രെയിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് എന്തായാലും നോക്കണം. കാരണം വിൻഷാട്ടിന് ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതേ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത ചെടികളൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇനി ഇവിടെയൊക്കെ നിറയ്ക്കണം, നല്ല ഭംഗി ഒരു പൂങ്കാവനമാക്കണം വീട്. അങ്ങനെ അതേ വീട്ടിലെത്തിയിട്ടാണ്. ഇനി വീട്ടിലെത്തിയിട്ട് ഇതേ സാധനങ്ങൾ കുറച്ചധികം പച്ചക്കറികൾ, അതായത് സാമ്പാർ റേഷനും അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെയാണ് വാങ്ങിയേക്കണത്. നമ്മൾ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് പണികളും കൂടി ഉണ്ടേക്ക് പേജ് സൗണ്ട് വർക്കിയ കുറച്ച് പണികളും കൂടി ഉണ്ടിട്ടേക്ക്. അപ്പോൾ അതൊക്കെ തീർക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.